ഡിയർ സ്റ്റുഡൻസ്, NIOS Plus Twoയിലെ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിലെ 2 മാർക്കിനുള്ള 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് വരികയാണ്. അതിൽ നിന്നും 20 ക്വസ്റ്റ്യൻസിൽ പാർട്ട് 1-ൽ 10 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 വീഡിയോയിലൂടെ ആദ്യം ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതിനെ മാത്രം ആശ്രയിച്ചിരിക്കാതിരിക്കുക. കാരണം ഇന്നലെ നമ്മളെ ഹിസ്റ്ററി എക്സാമോടുകൂടി നമുക്കത് മനസ്സിലായല്ലേ. നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിലെ ഏത് NIOSൻ്റെ സൈറ്റുകളിൽ നിങ്ങൾ കയറി നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അതായത് 2009, 10 ആ കാലഘട്ടം മുതൽ എല്ലാ വർഷവും 2 തവണ ഒക്ടോബർ, ഏപ്രിൽ ഇങ്ങനെയാണ് എക്സാം നടത്തി വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ സൈറ്റിൽ നിന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇത്രയും ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇന്ന് വരെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കും കയറി പരിശോധിക്കാം. നിങ്ങളും കയറി നോക്കണം. അപ്പം നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലഭ്യമായ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടി ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് നൽകിയത്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാത്തതായിരുന്നല്ലേ. വളരെ കുറച്ച് മാത്രമേ മഗധ, മൗര്യ അങ്ങനെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹാരപ്പൻ സിവിലൈസേഷനും അതുപോലെ തന്നെ 1857 വിപ്ലവമൊക്കെ ചോദിക്കാത്ത പരീക്ഷകൾ അപൂർവമാണ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ. പക്ഷേ എന്തോ നിങ്ങളുടെ ഭാഗ്യദോഷം, നല്ല പാടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഞാൻ 2 മാർക്കിനുള്ള തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. കേട്ട് മനസ്സിലാക്കി എഴുതുക. കാരണം ആൻസർ കൂടി എഴുതിക്കൊണ്ടിരിക്കാനുള്ള സമയം ഇനി നമുക്കില്ല. അപ്പോൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യനാണ് ആദ്യം നിങ്ങൾക്കായി എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് 10 ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 2 സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ ഏതെങ്കിലും 2 എണ്ണം എഴുതാനായിട്ടാണ്. അതെന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളാണ് വസ്തുഭൂമി സാധനങ്ങൾക്കും അതുപോലെ കന്നുകാലികൾക്കും നികുതി ചുമത്താൻ പഞ്ചായത്തുകൾക്ക് അവകാശമുണ്ടായിരിക്കും. അതുപോലെ തന്നെ മേളകളിലെയും താൽക്കാലിക ചന്തകളിലെയും സാധനങ്ങൾ വിൽക്കുന്നതിനും പഞ്ചായത്തുകൾ നികുതി പിരിക്കുന്നു. അപ്പോൾ ഇത് 2 എഴുതിയാലും മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അസസ് ദ പവേഴ്സ് ഓഫ് ദ സ്പീക്കർ ഓഫ് ദ വിധാൻ സഭ. വിധാൻ സഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലേ, അതിൽ സ്പീക്കറിൻ്റെ പവർ നമുക്കറിയാം. നിയമസഭാ സമ്മേളനത്തിൽ സഭയുടെ ക്രമവും അച്ചടക്കവും ഒക്കെ പാലിക്കുകയും അസംബ്ലി ചർച്ചകൾക്ക് അധ്യക്ഷനാവുകയും ഒക്കെ ചെയ്യുന്നതാണ് സ്പീക്കർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അംഗത്തെ എപ്പോൾ സംസാരിക്കാൻ വിളിക്കാം, അല്ലെങ്കിൽ ആരെയാണ് സംസാരിക്കാൻ വിളിക്കേണ്ടതെന്നും എത്ര നേരം ആ അംഗം സംസാരിക്കാൻ ആ അംഗത്തെ അനുവദിക്കണം എന്നും എല്ലാം തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ടായിരിക്കും? സ്പീക്കറിന് ഉണ്ടായിരിക്കും. അപ്പോൾ സ്പീക്കറിൻ്റെ അധികാരങ്ങളിൽ വരുന്നതാണ് നിയമസഭയുടെ അച്ചടക്കം. നിയമസഭാ സമ്മേളനത്തിൽ സഭയുടെ ക്രമവും അച്ചടക്കവും ഒക്കെ പാലിക്കുകയും അസംബ്ലി ചർച്ചകൾക്ക് അധ്യക്ഷനാവുകയും ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ ഒരംഗത്തെ എപ്പോൾ സംസാരിക്കാൻ വിളിക്കണമെന്നും എത്ര നേരം സംസാരിക്കാൻ അനുവദിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശവും സ്പീക്കറിനായിരിക്കും. മനസ്സിലായല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം പ്രിവലൻറ്റ് ഇൻ ഇന്ത്യ. എന്ത് വിലയിരുത്താനാണ്? സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിലുള്ള അതിനെക്കുറിച്ച് വിലയിരുത്താനാണ്. കേവല ഭൂരിപക്ഷ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 4 ഘടകങ്ങൾ പ്രധാനമായി, അതായത് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതിയിലധികം വോട്ടിങ്ങിൻ്റെങ്കിലും ആവശ്യമുള്ളതാണ് ഭൂരിപക്ഷം. അതുപോലെ ബഹുസ്വരത അല്ലേ, ഒരു നിർദ്ദേശത്തിനായി കൂടുതൽ വോട്ടിംഗ് വേണ്ടി വരുന്നതിനെയാണ് നമ്മൾ ബഹുസ്വരത എന്ന് പറയുന്നത്, അതും അത്യാവശ്യമാണ്. പിന്നെ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് ആ സംവിധാനം, അതുപോലെ സൂപ്പർ മെജോറിറ്റി കൂടുതൽ പിന്തുണ, ഇവ ഇത്രയും ഏറ്റവും അത്യാവശ്യമായ, കേവല ഭൂരിപക്ഷത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം വിലയിരുത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങളാണ്. നാലാമത്തേത്, സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിന് എന്ത് ചെയ്യാൻ? അതിൻ്റെ മീനിങ് എഴുതാൻ അല്ലെങ്കിൽ നിർവചിക്കാനാണ്. നമുക്കറിയാം, ഒരു ഏകീകൃത രാഷ്ട്രത്തിനുള്ളിലെ ശക്തമായ ഗവൺമെൻറ്റിനെയും നിയമങ്ങളെയും പറ്റിയുള്ള പഠനത്തെ നമുക്ക് രാഷ്ട്രതന്ത്രം എന്ന് പറയാം. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ, വികാസഘട്ടങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ചുള്ള പഠനത്തെയും നമുക്ക് രാഷ്ട്രതന്ത്രം എന്ന് പറയാം. 2 മാർക്കിനാണ്, അപ്പോൾ വളരെ കുറച്ച് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഒരു ഏകീകൃത രാഷ്ട്രത്തിനുള്ളിലെ ശക്തമായ ഗവൺമെൻറ്റിനെയും നിയമങ്ങളെയും പറ്റിയുള്ള പഠനത്തെ രാഷ്ട്രതന്ത്രം എന്ന് വേണമെങ്കിൽ നിർവചിക്കാം. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളും വികാസഘട്ടങ്ങൾ ഇതിനെയൊക്കെ കുറിച്ചുള്ള പഠനത്തെയും നമുക്ക് എന്ത് പറയാം? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയാം.
നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ടേം സ്റ്റേറ്റ്. എന്താണ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് വ്യക്തമായ നിയതമായ ഒരു ഭരണഘടനയോട് കൂടിയതും രാഷ്ട്രീയ സംഘടനകളും ജനങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ളതാണ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ, സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളെന്ന് പറയുന്നത് ജനങ്ങൾ, അതിർത്തികൾ, ഭരണകൂടം, അതുപോലെ പരമാധികാരം. ഇവയാണ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ. ഒന്നുകൂടി പറഞ്ഞുതരാം. സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ജനങ്ങൾ, അതിർത്തികൾ, ഭരണകൂടം, പരമാധികാരം എന്നിവയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഹൗ മെനി ഡേയ്സ് ഹാഡ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി മെറ്റ് ടു പ്രിപ്പയർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി എത്ര ദിവസമാണ് ചേർന്നത് എന്നാണ്. അതായത് 114 ദിവസങ്ങളാണ്. ചെയർമാൻ ആരായിരുന്നു നിങ്ങൾക്കറിയാം, ബി ആർ അംബേദ്കർ ആയിരുന്നു. ഇൻ വിച്ച് ഇയർ വാസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഫോഴ്സ്ഡ്? ഏത് വർഷമാണ്? 1950 ജനുവരി 26 നിലവിൽ വന്ന വർഷം. 7ാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. പ്രായോഗിക രാഷ്ട്രീയം, പ്രായോഗിക രാഷ്ട്രീയത്തിന് 2 ഉദാഹരണം, അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സ്, അതിനെക്കുറിച്ച് എഴുതാനാണ്. പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ രീതികളിൽ സമൂഹത്തിലെ മനുഷ്യ ജീവിതത്തിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്, അല്ലേ? നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ രീതികളിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. അതിൽ നമ്മുടെ പങ്ക് വളരെ കുറവായിരിക്കും, പങ്ക് കൂടിയ വ്യക്തികളും ഉണ്ടായിരിക്കും, രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഉന്നത വ്യക്തികൾ. അപ്പോൾ സാമൂഹിക ജീവി എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. അതിന് വേണ്ടിയിട്ട് മറ്റു മനുഷ്യരുമായി ഇടപഴകുകയും എല്ലാവരുമായി സഹകരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ അതല്ല. ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ 2 ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, പാർട്ടികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും നടക്കുന്ന വലിയ അഴിമതി മറച്ചു വയ്ക്കുന്നതിനുള്ള ത്യാഗമായി രാഷ്ട്രീയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു. അതാണ് പ്രായോഗിക രാഷ്ട്രീയം അഥവാ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്. എന്താണ്? പാർട്ടികളിലും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലുമൊക്കെ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. ഈ അഴിമതികൾ മറച്ചു വയ്ക്കാനുള്ള ത്യാഗമായിട്ട് എന്ത് ചെയ്യുകയാണ്? രാഷ്ട്രീയ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അത് ഒരു ഉദാഹരണം. 2ാമതൊരു ഉദാഹരണം, സമൂഹത്തിൻ്റെ ശ്രദ്ധയും പിന്തുണയും ഒക്കെ കിട്ടുന്നതിനായിട്ട് പ്രശസ്തരായ പൊതുപ്രവർത്തകരുണ്ടല്ലോ. ഈ പൊതുപ്രവർത്തകരെ, അങ്ങനെയുള്ള പ്രശസ്ത പൊതുപ്രവർത്തകരായ സെലിബ്രിറ്റികളെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്പെടുത്തുന്നു. ഇത് രണ്ടുമാണ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഒന്നുകൂടി പറഞ്ഞുതരാം. പാർട്ടികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും നടക്കുന്ന വലിയ അഴിമതി മറച്ചു വയ്ക്കാനുള്ള ത്യാഗമായിട്ട് രാഷ്ട്രീയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ശ്രദ്ധയും പിന്തുണയും ഒക്കെ ലഭിക്കുന്നതിനായി പ്രശസ്തരായ പൊതുപ്രവർത്തകരായ നിരവധി സെലിബ്രിറ്റികളെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്പെടുത്തുന്നതും. മനസ്സിലായല്ലോ? 8ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ക്യാൻ നോട്ട് എ സ്റ്റേറ്റ് എക്സിറ്റ് വിത്തൗട്ട് ഗവൺമെൻറ്? എന്തുകൊണ്ടാണ് ഒരു സ്റ്റേറ്റിന് ഗവൺമെൻറ് ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്? ഗവൺമെൻറ് ഇല്ലാതെ ഒരു സ്റ്റേറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? നിലനിൽക്കാൻ കഴിയില്ല. അതായത് ഗവൺമെൻറ്റിന് ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ മേൽ ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഒരേ നിയമമാണ്. അപ്പോൾ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന കുറേ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ ഗവൺമെൻറ്റിനുണ്ടായിരിക്കും. ഗവൺമെൻറ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കിരാത ഭരണം ഒരിക്കലും ഗവൺമെൻറ് ഇല്ലാതെ എന്ത് ചെയ്യില്ല? നല്ലൊരു ഭരണം ഉണ്ടായിരിക്കില്ല. നമ്മളാരും എന്ത് ചെയ്യാറില്ല? ആരെയും ഭയക്കില്ല. അതുപോലെ തന്നെ എന്താണ്? ആർക്കും ആരെയും ബഹുമാനം ഉണ്ടാവില്ല. ജനങ്ങൾ പരസ്പര ആക്രമണങ്ങൾ അഴിച്ചുവിടും. എല്ലാവരും കുറ്റകൃത്യങ്ങൾ ചെയ്യും. അതുകൊണ്ടൊക്കെയാണ് ഒരു സ്റ്റേറ്റിന് ഗവൺമെൻറ് ഇല്ലാതെ നിലനിൽപ്പില്ല, ഏറ്റവും അത്യാവശ്യമാണെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരിക്കലും ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാകുകയുള്ളൂ. നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ മനുഷ്യർ തന്നെ പരസ്പരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സ്വഭാവം ഉണ്ടാവും. എല്ലാവരും കുറ്റകൃത്യം ചെയ്യും. നമ്മുടെ നാടെന്ത് ചെയ്യും? നമ്മുടെ രാജ്യമായാലും നാടായാലും നശിക്കുന്ന അവസ്ഥ ഉണ്ടാകും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു കാൾ മാർക്സ്
വാട്ട് ഡസ് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡി? കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് സ്റ്റഡി ചെയ്യുന്നത് എന്നാണ്. അത് 9ാമത്തെ ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം, ആധുനിക രാഷ്ട്രീയ സിദ്ധാന്തം രാഷ്ട്രീയത്തെ മനുഷ്യ സമൂഹങ്ങളുടെ ഒരു സാർവത്രിക സ്വഭാവമായി കണക്കാക്കുന്നുണ്ടെങ്കിലും അതൊരു ചരിത്രശാസ്ത്രമാണെന്ന് മാർക്സ് തറപ്പിച്ച് പറയുന്നു. എന്താണ്? നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സിദ്ധാന്തം രാഷ്ട്രീയത്തെ മനുഷ്യ സമൂഹങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് കണക്കാക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ചരിത്രശാസ്ത്രമാണ്. സംസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രവും നിയമവും വിശാലമായ ഉപരിഘടനാ ബന്ധങ്ങളുടെ വശങ്ങളാണെന്നും അത് വർഗത്തിനുള്ളിൽ ന്യൂനപക്ഷ ഭരണം ശരിയാക്കാനും പുനർനിർമ്മിക്കാനും പ്രവർത്തിക്കുന്നവയാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതായത് ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനങ്ങൾക്ക് പ്രത്യയശാസ്ത്രങ്ങളും നിയമങ്ങളും ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം വിശാലമായ ഉപരിഘടനാ ബന്ധങ്ങളുടെ വശങ്ങളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് വർഗത്തിനുള്ളിൽ, ജനങ്ങൾക്കുള്ളിൽ ന്യൂനപക്ഷ ഭരണം റെഡിയാക്കിയെടുക്കുന്നതിന് സഹായിക്കുമെന്നും. അതാണ് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ ദ 2 മേജർ കൺസേൺസ് ഓഫ് ദ ഫ്രെയിംസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കൺസേൺസ് മീൻസ് പ്രതിബന്ധം, വിഷയം എന്നൊക്കെ പറയില്ലേ. ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതായത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന നേരിടുന്ന 2 വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രധാന പ്രശ്നങ്ങളെന്ന് പറയാം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം വളരെ വിശാലമായതാണ്, വൈവിധ്യപൂർണ്ണമായതാണ്, അല്ലേ? അങ്ങനെയുള്ള ഒരു രാജ്യമായിരുന്നു ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും വളരെ വിശാലമായൊരു രാജ്യമായിരുന്നു. ഈ രാജ്യത്ത് വിവിധ പ്രദേശങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഒരു ഭരണഘടന രൂപപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും മേജറായിട്ടുള്ള കൺസേൺസ്, അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യം ഏറ്റവും വിശാലമായതും വൈവിധ്യപൂർണവുമായൊരു രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ പ്രദേശങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഒരു ഭരണഘടന രൂപപ്പെടുത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. 2ാമത്തേത് 2 എഴുതാൻ ചോദിച്ചിട്ടുള്ള, ഞാൻ 3 നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം. 2ാമത്തേത്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ വിഭജിച്ചു. നമുക്കറിയാമല്ലേ, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യയും പാകിസ്ഥാനെന്നും മതത്തിൻ്റെ പേരിൽ വിഭജിക്കുകയുണ്ടായി. ഈ വിഭജനത്തെ തുടർന്ന് ഒരുപാട് അസ്വസ്ഥതകളും ഉണ്ടായി. 3ാമതൊരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. നിരവധി നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർന്നതായിരുന്നു നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഈ നിരവധി നാട്ടുരാജ്യങ്ങളെ എല്ലാം കൂടി ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ സംയോജനം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനാ രൂപീകരണ വേളയിൽ അനുഭവിച്ച പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെന്ന് പറയാം. ഞാൻ വീണ്ടും 10 ക്വസ്റ്റ്യൻ ഇതിന് പിന്നാലെ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാനിത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇത് മാത്രം നിങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരിക്കരുത്, ബാക്കിയുള്ളവ കൂടി പഠിക്കുക. ഇന്നലെ ഹിസ്റ്ററിയുടെ അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഗൈഡും ടെക്സ്റ്റും മുഴുവൻ അരിച്ചു പറക്കി പഠിച്ച കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.